ആരോസിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ വിശേഷങ്ങളുമായി ആരോസ് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. ഇതിനോടകം തന്നെ 9 പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ വിശേഷങ്ങളും ജനാഭിപ്രായങ്ങളും നിങ്ങളുമായി നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് ആലത്തൂർ മണ്ഡലത്തിലൂടെയാണ്. ശ്രീ ഹരിലാൽ, ആലത്തൂർ മണ്ഡലത്തിൽ ഇക്കാലവും ആലത്തൂറും പാലക്കാട് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ LDFന് അനുകൂലമായ ഒരു വിധിയെഴുത്ത് നടന്നിട്ടുള്ള മണ്ഡലങ്ങളാണ്. ആ മണ്ഡലത്തിലെ സവിശേഷതകളൊന്ന് വിശദീകരിക്കാം. ശ്രീ ലാലു പറഞ്ഞതുപോലെ പാലക്കാടിൻ്റെ ഭാഗമാണ് ആലത്തൂർ. പാലക്കാട് ജില്ലയുടെ ഒരു പ്രധാന ഭാഗം ചേരുന്ന ആലത്തൂർ ലോക്സഭാ മണ്ഡലം. ആ ലോക്സഭാ മണ്ഡലം കർഷകരും കർഷക തൊഴിലാളികളും അടങ്ങുന്നതാണ് കൂടുതൽ ജനവിഭാഗം. അത് എക്കാലവും ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന് വന്നു എന്നുള്ളതാണ് വസ്തുത. തുടർച്ചയായി ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉറച്ച ലോക്സഭാ മണ്ഡലമായിരുന്നു ആലത്തൂർ. 2009 ഡോക്ടർ PK ബിജു NK സുധീറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വരികയാണ് ചെയ്തത്. 2014 PK ബിജു തന്നെ UDFൻ്റെ ഷീബയെ പരാജയപ്പെടുത്തുക ചെയ്യുന്നു. എന്നാൽ 2019 PK ബിജു രമ്യ ഹരിദാസിനോട് വലിയ മാർജിനിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ തുടർച്ചയായി 2 ടേൺ ഇടതുപക്ഷ MP ആയി വിജയിച്ചു വന്ന ഡോക്ടർ PK ബിജുവിനെ രമ്യ ഹരിദാസ് എന്ന് പറഞ്ഞ ഒരു വനിത വലിയ മാർജിനിൽ തോൽപ്പിക്കുന്നൊരു കാഴ്ചയാണ്. അത് കേരളത്തിൻ്റെ പ്രതീക്ഷയാകെ ഞെട്ടിച്ച ഒരു സംഗതിയാണ്. കാര്യം ഒരിക്കലും ആലത്തൂർ കൈവിട്ട് പോകുമെന്ന് ഇടതുപക്ഷം കരുതിയിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ പല വീഡിയോയിലും സൂചിപ്പിച്ചതുപോലെ 2019 UDFന് അനുകൂലമായൊരു തരംഗം അടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതോടൊപ്പം തന്നെ രമ്യ ഹരിദാസ് എന്ന് പറഞ്ഞ ഒരു വനിത, ഏറ്റവും ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി എന്ന നിലയിൽ ജനം അങ്ങ് സ്വീകരിക്കുകയായിരുന്നു ചെയ്തതെന്നാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ പരിശോധിക്കപ്പെടുമ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും രമ്യ ഹരിദാസ് വരുന്നു. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ദേവസ്വം മന്ത്രിയുടെ ആയിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ വരുന്നു. ആ നിലയിൽ നമ്മൾ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി PK സരസു വരികയാണ്. ഇതെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ രമ്യ ഹരിദാസിന് ജനം കൊടുത്ത പ്രതീക്ഷ നിറവേറ്റാൻ കഴിയാതെ അത് UDFൻ്റെ കയ്യിൽ നിന്ന് LDFലേക്ക് അവരായിട്ട് തന്നെ വെച്ച് കൊടുക്കുന്നു എന്ന നിലയിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതാണിപ്പോൾ നമുക്ക് കാണുന്നൊരു പിക്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അന്തിമ അഭിപ്രായം രൂപപ്പെടുത്തുന്നതിന് മുന്നേ ആലത്തൂരിലെ ജനങ്ങൾ എന്ത് പറയുന്നു നമുക്ക് നോക്കാം. നമുക്ക് ജനാഭിപ്രായം കൂടെ ഒന്ന് നോക്കിയിട്ട് തിരികെ വരാം. നമസ്കാരം, ചേച്ചിയുടെ പേരെന്താ? രജിത. ശൈലജ. സരിത. അതില്ല. ആലത്തൂർ മണ്ഡലത്തിൽ ആര് ജയിക്കുന്നാണ് തോന്നുന്നത്? രാധാകൃഷ്ണൻ സഖാവ്. സംശയമില്ല, രാധാട്ടൻ ജയിച്ചിരിക്കും. രാധാട്ടൻ ജയിക്കും. എന്തുകൊണ്ടാണ് എല്ലാവരും ഒരേ പേര് പറയാൻ? കാരണം നല്ല പ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വിദ്യാഭ്യാസം, ഇപ്പോൾ ഹോസ്പിറ്റലുകളാണെങ്കിലും എല്ലാം നല്ല രീതിയിലാണ് LDF സർക്കാരിൻ്റെ ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായും വീണ്ടും LDF തന്നെ വരും. ഇതിന് മുന്നിലുള്ള MP ഈ ഭാഗത്ത് ഒരു പ്രവർത്തനം നടത്തിയിട്ടേ ഇല്ല. അതുകൊണ്ട് നമുക്ക് 100% സഖാവ് രാധാട്ടൻ ജയിച്ചിരിക്കും. എന്തായാലും രാധാട്ടൻ തന്നെ ജയിച്ചിരിക്കും. എന്തായാലും നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണെങ്കിലും എന്തായാലും കേരളത്തിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് രാധാട്ടൻ ഉറപ്പായി ജയിച്ചിരിക്കും. പാട്ടും പാടി വോട്ട് തേടി പോകാൻ ആളല്ല, സാധാരണപ്പെട്ട ആളാണ് നമ്മുടെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് രാധാട്ടൻ ജയിച്ചിരിക്കും. കന്നിസ്വാമിയാണ്. കന്നിസ്വാമി ആദ്യത്തോട്ടാണ്. എന്തുകൊണ്ടെന്ന് എല്ലാവരും അറിയും. അറിയാം. രാധാട്ടൻ എന്തായാലും ജയിക്കും. ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി സഹായങ്ങളും ഞങ്ങളുടെ അടുത്ത് വന്ന് എല്ലാത്തിനും സപ്പോർട്ടൊക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ പ്രാവശ്യം രാധാകൃഷ്ണൻ CPM-നെയാണ് തോന്നുന്നു. കാരണം രമ്യ ഹരിദാസ് ഒരു ടൈം ഇരുന്നല്ലോ. ഇവിടുത്തെ ഒരു ചരിത്രം വെച്ച് മാറി മാറി വന്നുകൊണ്ടിരിക്കും. BJPക്ക് സാധ്യത കുറവാണ്. കേരളത്തിൽ പൊതുവെ കുറവാണ്, അറിയാലോ. ആലത്തൂർ പിന്നെ തീരെയും കുറവാണ്. ഈ ആലത്തൂർ മണ്ഡലത്തിൽ രമ്യ എന്തുകൊണ്ട്? ഒരു തവണയും കൂടെ ചാൻസ് നോക്കാമെന്ന് പറഞ്ഞു. എനിക്ക് അവിടെ ഒരു BJPയുടെ ആൾ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം, ജയിക്കണമെന്നാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ്? BJP വന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, കുറച്ചേറെ ഇനി നിൽക്കുന്നവരെയൊക്കെ നന്നായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ചെയ്യട്ടെ. ജയിക്കാൻ ഇപ്പോൾ ചാൻസ് 2 ആൾക്കുമുണ്ട്. രാധാകൃഷ്ണനുമുണ്ട്, രമ്യയ്ക്കും രമ്യ ഹരിദാസിനും 2 ആൾക്കുമുണ്ട്. ആർക്കാണ് കൂടുതൽ ചാൻസ് തോന്നുന്നത്? ചാൻസ് രാധാകൃഷ്ണനാണ്. സംശയമില്ല, രാധാകൃഷ്ണൻ തന്നെ. എന്തുകൊണ്ട്?
അയാൾ ജനകീയനാണ്, ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് അയാളിനെ ജയിക്കുള്ളൂ. എന്തൊക്കെ വികസനം വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? വികസനം പറഞ്ഞാൽ കാർഷിക മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ, അതുമാതിരി യുവാക്കൾക്ക് തൊഴിലവസരങ്ങളിൽ എല്ലാം ഈ ഇടതുപക്ഷ സർക്കാർ മുൻകൈ എടുത്ത് നടപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാധാകൃഷ്ണൻ ഉറപ്പായിട്ടും ജയിക്കുന്നത്. ആലത്തൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഇപ്പോൾ MP ആയിരിക്കുന്നത് രമ്യ ഹരിദാസാണ്. ഇത്തവണ കുറച്ച് വോട്ട് ശതമാനം കുറയാൻ ചാൻസ് ഉണ്ട്. വിജയം രമ്യ ഹരിദാസ് തന്നെയാണ്. ഇപ്പം നിലവിൽ രാധാകൃഷ്ണൻ്റെ ഒരു ഇതാണ് കാണുന്നത്, ട്രെൻഡാണ് കാണുന്നത്. ഒരു നിലവിലൊരു മന്ത്രിയാണല്ലോ. പിന്നെ നമ്മുടെ നേരത്തെയുള്ള സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വന്നിട്ടൊന്നും ചെയ്തില്ല എന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. കെ രാധാകൃഷ്ണന് 1.5 ലക്ഷം വോട്ട് ഭൂരിപക്ഷം ജയിക്കും. എന്തുകൊണ്ട്? നല്ലൊരു വ്യക്തി, നല്ല ഒരു പ്രൊഫഷണൽ ആളാണ്, നല്ല സത്യസന്ധനായ ഒരാളാണ്, നല്ല നേതാവാണ്, തീപ്പൊരി നേതാവാണ്. രമ്യ ഹരിദാസ് തന്നെ ജയിക്കുന്നത് തോന്നുന്നു. കെ രാധാകൃഷ്ണൻ അവർ ജയിക്കും. എന്തുകൊണ്ട്? കുഴപ്പമില്ലാത്ത പ്രവർത്തനം കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതൊന്നും കുഴപ്പമില്ല, ജയിക്കും. ഇടതുപക്ഷത്തിന് ആലത്തൂർ മണ്ഡലം എന്നല്ല, ആലത്തൂർ, പാലക്കാട്, അതുപോലെ ഒരുപാട് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് നല്ലൊരു സാധ്യതയുണ്ട്. അതാണ് കണക്കാക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ടാക്സി ഡ്രൈവറായ കാരണം കേരളത്തിലെ എല്ലാ ഭാഗത്തും പോകുന്നുണ്ട്. നമ്മളവിടുത്തെ ഒരു ട്രെൻഡ് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്, വെറുതെ പറയല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ BJP വന്നാലേ രക്ഷയുള്ളൂ. എനിക്ക് ഫ്യൂച്ചറിലുള്ളൊരു ചാൻസുള്ള BJP തന്നെ വരണം. എന്തുകൊണ്ട്? കാരണം ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റും ഭരിച്ചിരുന്ന ഗവൺമെൻറ്റിനെ കൊണ്ട് ഒരു ഉപകാരവും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഫ്യൂച്ചറായിട്ടുള്ള കുറച്ചും കൂടി നമുക്ക് സെൻട്രലിലാണെങ്കിലും നമ്മുടെ സ്റ്റേറ്റിലാണെങ്കിലും BJP വന്നാൽ മാത്രമേ നമുക്ക് ഒരു ഗുണം എന്നും പറയാൻ പറ്റുള്ളൂ. ആലത്തൂർ മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്ന് രമ്യ ഹരിദാസ്. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പ്രവർത്തനം കൊണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്? മാറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് എനിക്കത് എടുത്ത് പറയാൻ അറിയാം. കാരണം നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. രാധാകൃഷ്ണൻ ജയിക്കുന്നു. എന്തുകൊണ്ടാ? അതല്ല, ആലത്തൂർ നമ്മൾ എപ്പോഴും LDF ജയിക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്താ പോയി, അത്രേ ഉള്ളൂ. ഇപ്രാവശ്യം കിട്ടുന്നു വിചാരിക്കും. ഇപ്പോൾ ഇവിടുത്തെ കാര്യമൊക്കെ ഇപ്രാവശ്യം കണ്ടറിയാം. എന്താ കാരണം പറഞ്ഞാൽ, സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ പ്രാവശ്യം സിറ്റിംഗ് MP, ഇപ്രാവശ്യം മന്ത്രി രാധാകൃഷ്ണൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. UDF സ്ഥാനാർത്ഥിക്കാണ് മുൻതൂക്കം നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ BJP NDA സ്ഥാനാർത്ഥി ജയിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹം. ഇപ്പോൾ രാധാകൃഷ്ണനാണ് ഇപ്പോൾ സാധ്യത. എന്തുകൊണ്ട്? കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള രമ്യ ഹരിദാസ് പോയി മറ്റേ ഈ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ ഇടയിലുള്ള സംസാരം. പാട്ടും പാടി പോയി, പിന്നെ അതിനുശേഷം ഈ വഴിക്ക് വന്നിട്ടില്ല. ആലത്തൂർ മണ്ഡലത്തിൽ TN സരസു ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, BJPയുടെ കാൻഡിഡേറ്റ്. കണ്ടെന്നെ അറിയണം ഇപ്രാവശ്യം. ഒരു യൂഹം എന്ന് പറഞ്ഞാൽ പോയ പ്രാവശ്യം രമ്യ 1.5 ലക്ഷം 2 ലക്ഷത്തിൻ്റെ അടുത്ത് വോട്ട് വാങ്ങിയതാണ്. അത് അവരുടെ കുത്തക മണ്ഡലമാണ്. ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അത് കണ്ടെന്നെ അറിയണം. മണ്ഡലത്തിൽ രമ്യ ഹരിദാസാണ് ജയിക്കാൻ സാധ്യത. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ജയിക്കാൻ സാധ്യത കൂടുതൽ അവൾക്ക് രമ്യ ഹരിദാസിന് തന്നെ. 100% കെ രാധാകൃഷ്ണൻ. എന്തുകൊണ്ട്? അല്ല, അയാളൊരു നല്ലൊരു വ്യക്തിയാണ്. പോരാത്തതിനെ ഇപ്പോൾ മന്ത്രിയായിട്ട് നിൽക്കുന്ന കറപ്ഷനൊന്നുമില്ല. ആൾക്കാരോടൊന്ന് പെരുമാറുന്നതും അതുപോലെ ഒരു താഴെക്കടയിൽ നിന്നുള്ള ഒരാളാണ്. പിന്നെ കൃഷി സംബന്ധമായിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അതുകൊണ്ട് അദ്ദേഹം ജയിക്കുന്നു. ഇന്നത്തെ കാലാവസ്ഥയിൽ എന്തായാലും രാധാകൃഷ്ണൻ ജയിക്കുന്നുള്ളതാണ്. എന്തുകൊണ്ട്? ഒന്നാമത് നമ്മുടെ സർക്കാരിൻ്റെയും അയാളുടെ വ്യക്തിപരമായി വളരെ മുന്നോട്ട് നിൽക്കുക. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിത്വം. ദി ആരോസിൻ്റെ ടീം ആലത്തൂർ മണ്ഡലത്തിലെ ജനാഭിപ്രായങ്ങൾ ശേഖരിച്ച് നിങ്ങളുമായി പങ്കിട്ട് കഴിഞ്ഞു. ശ്രീ ഹർലാൽ, ഈ ജനങ്ങളുടെ അഭിപ്രായം കണ്ടിട്ട് എന്താണ് ഹർലാൽ വിലയിരുത്തുന്നത്? നമ്മൾ ഈ വീഡിയോയിൽ ആമുഖമായി രേഖപ്പെടുത്തിയതുപോലെ തന്നെയാണ് ജനത്തിൻ്റെ അഭിപ്രായമെന്ന് കാണാൻ കഴിയും. കാരണം ശ്രീ രമ്യ ഹരിദാസ് ആലത്തൂരിൽ നിന്ന് ജയിച്ചു പോയതിന് ശേഷം ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് ആ സ്ഥാനാർത്ഥി തന്നെ, ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ലോക്സഭാ അംഗം തന്നെ തങ്ങൾക്ക് കിട്ടിയ അവസരം ജനങ്ങൾക്ക് വേണ്ടി വേണ്ടവണ്ണം ഉപയോഗിക്കാതെ അത് കൈവിട്ട് കളയുന്നൊരു കാഴ്ചയിലേക്കാണ് ജനാഭിപ്രായം വരുന്നത്. അവിടെ നിന്ന് നമുക്ക് അല്ലാതെ കിട്ടുന്ന അഭിപ്രായങ്ങൾ, ഒന്ന്
ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിന്ന മണ്ഡലം എന്ന നിലയിൽ സ്വാഭാവികമായ ഒരു തിരിച്ചുപോക്ക് അവിടെ വരികയാണ്. കാര്യം ജനങ്ങൾ അർപ്പിച്ച പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കുവാൻ ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച രമ്യ ഹരിദാസിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒട്ടേറെ വിവാദകരമായ ചർച്ചകൾക്കൊക്കെ വിവിധ ഘട്ടങ്ങളിൽ ആ സ്ത്രീ വഴിവെക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ തന്നെ ജനങ്ങളിൽ ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട മെച്ചത്തേക്കാൾ അപമതിപ്പിനിടയാക്കുന്ന ഒരു സാഹചര്യം വരികയാണ്. മീഡിയയിലൊക്കെ തന്നെ പറയുകയാണ് 1,88,000 രൂപ എനിക്കൊരു മാസം കിട്ടും, എനിക്ക് അത് കിട്ടിയിട്ട് പോലും എൻ്റെ ജീവിതത്തിന് ഒരു മാസത്തെ തികയുന്നില്ല എന്നൊക്കെ ആലത്തൂർ പോലുള്ള കർഷക തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ദിവസത്തെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിഷമിക്കുന്ന, അന്നന്ന് ജോലി ചെയ്ത് ജീവിച്ചു പോകുന്ന ജനസമൂഹത്തിലെ പ്രതിനിധിയായി വന്നതിന് ശേഷം ഒരു MP എന്ന നിലയിൽ മീഡിയയുടെയൊക്കെ പറയുന്നത് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആ സ്ഥാനാർത്ഥിക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗവുമായിട്ട് തന്നെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന അവരുടെ ഒരു മണ്ഡലത്തിൻ്റെ ഒരു പാരമ്പര്യം വീണ്ടെടുത്തുകൊണ്ട് വീണ്ടും അവിടെ ഇടതുപക്ഷത്തേക്ക് ചായുന്നൊരു അവസ്ഥയാണ് കാണുന്നത്. ഇവിടെ നിൽക്കുന്ന മറ്റൊരു പ്രത്യേകത, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയെപ്പോലെ നിൽക്കുന്ന ആളാണ് ശ്രീ രാധാകൃഷ്ണൻ. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ഇപ്പോഴും ഒരു കർഷകനായി തന്നെ ജീവിക്കുകയും വളരെ ലളിത ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. ഈ മന്ത്രിമന്ദിരങ്ങളോ ഈ സ്ഥാനമാനങ്ങളോ ഒന്നും തന്നെയോ തൻ്റെ വ്യക്തി സ്വഭാവത്തെ ബാധിക്കുന്നതല്ല. അതൊക്കെ താൽക്കാലികമായി ജനങ്ങളെ സേവിക്കാൻ കിട്ടിയൊരു അവസരമാണെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും ശ്രീ രമ്യ ഹരിദാസുമായി താരതമ്യം ചെയ്യുമ്പോൾ, തുലനം ചെയ്യുമ്പോൾ ജനങ്ങൾ ശ്രീ രാധാകൃഷ്ണനെ നെഞ്ചേറ്റിയെടുക്കുന്നതാണ് കാണുന്നത്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായി ശ്രീ സരസു മത്സരിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ വലിയൊരു പ്രതിഫലനം BJPക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. പ്രചരണ രംഗത്ത് ഒരു 3 കക്ഷികളുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു മത്സരമൊക്കെ കൊണ്ടുവരാമെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും റിസൾട്ടിനെ അതൊന്നും ബാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇടതുപക്ഷത്തോടൊപ്പം ആലത്തൂർ ചേർന്ന് നിൽക്കും, കഴിഞ്ഞ തെറ്റ് തിരുത്തും എന്ന നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീ രാധാകൃഷ്ണൻ ആലത്തൂരിൻ്റെ MP ആയി ലോക്സഭയിലേക്ക് പോകും എന്ന കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ലെന്നാണ് തോന്നുന്നത്. ദി ആരോസിൻ്റെ വിലയിരുത്തൽ ഇതാണ്. ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും ശ്രീ രാധാകൃഷ്ണൻ LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച് പാർലമെൻറ്റിലേക്ക് പോകുമെന്നുള്ളതാണ്. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.